നമസ്കാരം, എന്റെ നാട് വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്നലെ മാസപ്പിറവി ദൃശ്യമായില്ല. കേരളത്തിൽ ദുൽഹിജ്ജ 1 നാളെയായിരിക്കും. ബലിപ്പെരുന്നാൾ ജൂൺ 7 ശനിയാഴ്ച. കൊല്ലം തീരത്ത് കണ്ടെയ്നറുകൾ അടിഞ്ഞ സംഭവത്തിൽ പ്രതികരിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ. 41 കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്ത് എത്തിയതെന്നും ഇവ പൂർണ്ണമായും മാറ്റാൻ 5 ദിവസം എടുക്കുമെന്നും മന്ത്രി. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വ്യാജ ഡീസൽ നിർമ്മാണ കേന്ദ്രങ്ങളിലും വിൽപ്പനാ കേന്ദ്രങ്ങളിലും സംസ്ഥാന GST വകുപ്പിന്റെ വ്യാപക പരിശോധന. ഓപ്പറേഷൻ ഹുവേഗോ മറീനോ എന്ന പേരിലാണ് പരിശോധന. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യാ കേസിൽ പ്രതിയായ സുഗാന്തിന്റെ മൊഴി പുറത്ത്. ദക്ഷിണേന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങളിലാണ് ഒളിവിലായിരുന്നപ്പോൾ കഴിഞ്ഞതെന്ന് പ്രതി സുഗാന്ത് പോലീസിന് മൊഴി നൽകി. മലപ്പുറം കോട്ടയ്ക്കൽ പുത്തൂരിൽ ലോറി നിയന്ത്രണം വിട്ട് വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറി അപകടത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ വൈകിട്ടോടെയാണ് പുത്തൂരിൽ അപകടമുണ്ടായത്. വിപിൻ കുമാറിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ വിശദീകരണവുമായി നടൻ ഉണ്ണി മുകുന്ദൻ. വിപിൻ കുമാറിനെ തന്റെ പേഴ്സണൽ മാനേജറായി ഇതുവരെ നിയമിച്ചിട്ടില്ലെന്നും ഒരിക്കലും ശാരീരികമായ ആക്രമണം നടന്നിട്ടില്ലെന്നും തികച്ചും അസത്യമായ ആരോപണങ്ങളാണ് തനിക്കെതിരെ വിപിൻ കുമാർ ഉയർത്തിയതെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. COVID-19 കേസുകളുടെ വർധനവിന്റെ പശ്ചാത്തലത്തിൽ കർണാടക ആരോഗ്യ വകുപ്പ് സംസ്ഥാനത്തുടനീളം COVID-19 പരിശോധന നിർബന്ധമാക്കി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പൊതുസ്ഥലങ്ങളിൽ പോകുന്നവർ മാസ്ക് ധരിക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യുക. ഇന്ത്യൻ രൂപയെ ആഗോളതലത്തിൽ കൂടുതൽ സ്വീകാര്യമാക്കുന്നതിനുള്ള വലിയൊരു ചുവടുവയ്പുമായി റിസർവ് ബാങ്ക്. വിദേശ രാജ്യങ്ങളിലെ വായ്പക്കാർക്ക് ഇന്ത്യൻ രൂപയിൽ വായ്പ നൽകാൻ ബാങ്കുകളെ അനുവദിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടിയിരിക്കുകയാണ് റിസർവ് ബാങ്ക്. കൂട്ടനാടുകടത്തലുകൾക്ക് ഇടയിൽ ഇന്ത്യക്കാരടക്കം വിദേശ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം. ക്ലാസുകൾ ഒഴിവാക്കുകയോ പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയോ ചെയ്യുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും മറ്റ് വിദേശ വിദ്യാർത്ഥികൾക്കും വിസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഭാവിയിൽ US വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞേക്കില്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇലോൺ മസ്കിന്റെ SpaceX സ്റ്റാർഷിപ്പ് വീണ്ടും ലക്ഷ്യം കാണാതെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീണു. ചരിത്രത്തിലെ ഏറ്റവും വലുതും കരുത്തുറ്റതും ഭാരമേറിയതും ഭാരം വഹിക്കാവുന്നതുമായ സ്റ്റാർഷിപ്പ് മെഗാ റോക്കറ്റിന്റെ പരീക്ഷണ വിക്ഷേപണം ഇന്ന് പുലർച്ചെയാണ് നടന്നത്. ഇത്തവണത്തെ കാലവർഷത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലവർഷ സമയത്ത് സാധാരണയിൽ കൂടുതൽ മഴ ലഭിച്ചേക്കുമെന്ന് പ്രവചനം. ജൂൺ മാസത്തിലും കൂടുതൽ മഴ ലഭിക്കുമെന്നും ഇത് ദീർഘകാല ശരാശരിയുടെ 108% ആയിരിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എന്റെ നാട് പ്രധാന വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.